We are waiting for Brother Wilson and family also to join us, but we will go ahead and start. We have come into the house of the Lord to worship Him, to praise Him, to give Him glory and honor for everything that He has done in our lives. Our God is a merciful God, a God who has compassion on us, a God who is always near to us, holding our hands and guiding us in every direction, every step of our life. God is always with us. ഇന്ന് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ ഹൃദയം തുറന്ന് നന്ദിയുള്ള ഹൃദയത്തോട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവൻ ചെയ്ത നന്മകളെ ഓർത്ത് നാം സ്വയമായി നിന്നതല്ല, കർത്താവ് നമ്മെ നിലനിർത്തി നമുക്ക് ജീവിക്കാൻ ആവശ്യമായ പ്രാപ്തി നൽകി. നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവം കൂടെയിരുന്നു, നമ്മെ സഹായിച്ചു. ഇന്നത്തെ ആരാധനയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുവാൻ, നമ്മോട് സംസാരിക്കുവാൻ, നാം ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നദ്ധിയിൽ നമുക്ക് താഴ്ത്തി ഏൽപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ രാവിലെ സമയം നിന്റെ മക്കളാകുന്ന ഞങ്ങൾ ദൈവസന്നദ്ധിയിൽ കടന്നു വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നീ ഞങ്ങളുടെ ജീവിതത്തിൽ എത്രയോ നല്ലവനായിരുന്നു. കർത്താവ് ഞങ്ങളെ കരം പിടിച്ച് നടത്തി, ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ദൈവം ഞങ്ങളെ വഴി നടത്തി. ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് ഞങ്ങൾക്ക് ആവശ്യമായ ഭൗതികവും ആത്മീകമായ നന്മകളെ കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ നിറച്ചു. കർത്താവേ, ഇന്ന് ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിൽ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്ത്, അവിടുത്തെ വിശ്വസ്തതയെ ഓർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ ആ തിരുരക്തത്താൽ കർത്താവ് ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുന്നത് ദൈവത്തിന് പ്രസാദകരമായ യാഗം അർപ്പിക്കുവാൻ, നന്മയും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടുന്നതിന് ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മനസ്സുകളെ പുതുക്കി ദൈവസന്നിധി രൂപാന്തരം പ്രാപിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ തിരുനാമത്തോടെ പ്രാർത്ഥിക്കുന്നു. തിരുസന്നിധിയിൽ കർത്താവ് കൂട്ടിവരുത്തിയിരിക്കുന്ന അങ്ങയുടെ എല്ലാ മക്കളെയും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഒരുമിച്ചുള്ള ആരാധന ഇന്ന് വളരെ അനുഗ്രഹമാക്കി തീർക്കണമേ. ദൈവസന്നിധി ഞങ്ങൾ പാട്ടുകളെ പാടുമ്പോൾ ഞങ്ങൾ ആത്മാവിൽ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. ഗാനങ്ങൾ ലീഡ് ചെയ്യുവാൻ ഞങ്ങളുടെ ദാസിയെ ദൈവകരങ്ങളിൽ അവിടുന്ന് ഉപയോഗിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ഞങ്ങളോട് സംസാരിക്കുന്ന അങ്ങയുടെ ദാസനെയും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാനുഷികമായ ആലോചനകൾ കേൾക്കുന്നതിനല്ല കർത്താവേ, ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആലോചന അങ്ങയുടെ ദാസനെ കൂടി ഞങ്ങൾ കേൾക്കുവാൻ കർത്താവ് അങ്ങയുടെ ദാസനെ അവിടുത്തെ ആത്മാവിനാൽ അഭിഷേകം ചെയ്തിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെയും ദൈവത്തിൻ്റെ തിരുസാന്നിധ്യത്തിൻ്റെ മറവിൽ ഞങ്ങളായിരിക്കുവാൻ ദൈവം സഹായിക്കണം. എല്ലാം തിരുനാമ മഹത്വത്തിനാക്കി തീർക്കണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം നമ്മുടെ കർത്താവായ നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിനെ ഒരു പ്രാവശ്യം കൂടി മഹത്വപ്പെടുത്തുവാൻ, അവൻ്റെ ആലയത്തിലേക്ക് കടന്നു വരുവാൻ ദൈവത്തിലേക്ക് കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. ഇന്ന് വളരെ ചുരുക്കം ചിലരായിട്ടാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നെങ്കിൽ, എന്നാൽ അവൻ്റെ വചനത്തിൽ പറയുന്നത് പോലെ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും എൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന കർത്താവിൻ്റെ വാക്തത്വമാണ്. അവൻ നമ്മുടെ മധ്യയുണ്ട്. അവൻ്റെ മഹത്വം കണ്ട് നമുക്ക് ഇന്ന് ആരാധിക്കാം. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. നമുക്ക് നമ്മുടെ ആദരങ്ങളെ തുറന്ന് ഹൃദയത്തിൽ ധ്യാനിച്ച് നമുക്ക് പാട്ട് പാടാം. പഴയ പാട്ടാണ്, എല്ലാം പറയണം. ഞാൻ യഹോവയെ എല്ലാ നാളിലും വാഴ്ത്തിയിടും, തൻ സ്തുതി എപ്പോഴും എൻ നാവിന്മേലുണ്ട്. ഞാൻ യഹോവയെ
എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. തന്നിൽ മാത്രം നോക്കിടുന്നോ ശോഭിതരായി തീരും. ആയവർ മുഖം തെല്ലും ലജ്ജിക്കയില്ല. തന്നിൽ മാത്രം നോക്കിടുന്നോ ശോഭിതരായി തീരും. ആയവർ മുഖം തെല്ലും ലജ്ജിക്കയില്ല. എന്റെ ഉള്ളം യാതിൽ പ്രശംസിച്ചിടുന്നു. എന്റെ ഉള്ളം യാതിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ ഉള്ളം യാതിൽ പ്രശംസിച്ചിടുന്നു. എന്റെ ഉള്ളം യാതിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. നീതിമാന്മാരിൻ കടൽക്കം കേട്ടിടും നീ ദൈവം. കഷ്ടതയിലുറ്റ സതി ഉദ്ധരിക്കുന്നു. നീതിമാന്മാരിൻ അപേക്ഷ കേട്ടിടും നീ ദൈവം. കഷ്ടതയിലുറ്റ സതി ഉദ്ധരിക്കുന്നു. എന്റെ ഉള്ളം യാതിൽ പ്രശംസിച്ചിടുന്നു. എന്റെ ഉള്ളം യാതിൽ പ്രശംസിച്ചിടുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. എന്റെ മനസ്സം പ്രിയനിൽ ആനന്ദിക്കുന്നു. മനസ്സം തകർന്നവർക്കു രക്ഷ നൽകും ദൈവം. ദുഃഖിത
ഹല്ലേലൂയ. നമുക്ക് അവനിൽ തന്നെ ആശ്രയിക്കാം. ഹല്ലേലൂയ. ഏതവസ്ഥയിലും ഏത് നേരത്തെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലുവാന്, ദൈവം മക്കളെന്ന് വിളിക്കപ്പെടുവാന് അവൻ നല്ല പ്രാഗൽഭ്യം നമുക്ക് തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു പാട്ടും കൂടി നമുക്ക് പാടി ദൈവത്തെ ആരാധിക്കാം. നമുക്കായി കരുതുന്ന ദൈവം, ഹല്ലേലൂയ. നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം. ഈ ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്, ഹല്ലേലൂയ. എന്നാൽ കഷ്ടങ്ങളെ ജയിച്ച കർത്താവാണ് നമുക്കുള്ളത്. ഈ ലോകത്തിൽ നമുക്ക് രോഗങ്ങളുണ്ട്, എന്നാൽ രോഗത്തെ ജയിച്ച കർത്താവാണ്. ഹല്ലേലൂയ. ശത്രുവിന്റെ ഭയത്തിൽ നിന്ന് നമ്മളെ വിട്ടുവയ്ക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ. നമുക്കായി കരുതുന്ന ദൈവത്തെ ആശ്രയിച്ച് നമുക്ക് ഈ പാട്ടുകൂടെ പാടി. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിച്ചില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിച്ചില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതോ നീയല്ല, എന്റെ യേശുവിൻ കരങ്ങളിലാ. വീഴുന്നതോ നീയല്ല, എന്റെ യേശുവിൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിച്ചില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിച്ചില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, നടത്തുന്ന യേശുവത്രേ ഞാനവൻ കരങ്ങളിലാ. നടത്തുന്ന യേശുവത്രേ ഞാനവൻ കരങ്ങളിലാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിച്ചില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിച്ചില്ല
നന്നായി അറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായും. ദൈവമനുകൂലമെങ്കിൽ ആരെനിക്കെതിരായും. പരീക്ഷ എന്റെ ദൈവമനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവമനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിച്ചില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. ദൈവം എനിക്ക് അനുകൂലം, അത് നന്നായി അറിയുന്നു ഞാൻ. നാം പാടിയതുപോലെ ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമാണ്. ദൈവത്തിന്റെ കരത്തിൽ ദൈവമക്കൾ ഭദ്രമാണ്. അവരുടെ ജീവിതം ദൈവത്തിന്റെ തിരുസന്നിധിയിൽ ഭദ്രമായി ദൈവം നമുക്ക് അനുകൂലമായി നമ്മോട് കൂടി കൊണ്ടുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ വകയുണ്ട്. നാം ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ അനേക പരീക്ഷകൾ, പരിശോധനകൾ കടന്നു വന്നപ്പോൾ അവൻ നമ്മെ കൈവിടാതെ നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ സഹായിച്ച് നമുക്ക് നിൽക്കുവാൻ കഴിയാതെ ഇരുന്നപ്പോൾ അവൻ നമ്മെ താങ്ങി, നമ്മെ വഴി നടത്തി. അവന്റെ ചാരയിൽ അവൻ അണച്ച് അവന്റെ ചിറകിന്റെ മറവിൽ നമ്മെ സൂക്ഷിച്ച് എത്രയോ അത്ഭുതകരമായ നിലയിലാണ് കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മെ നടത്തിയത്. ഇന്ന് പകൽക്കാലം അവയൊക്കെ തിരിഞ്ഞു നോക്കി എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറന്നു പോകരുത്. അനേക ഉപകാരങ്ങൾ നമുക്ക് ഇന്ന് ഓർക്കുവാൻ തിരുസന്നിധിയിലുണ്ട്. എണ്ണിയാൽ തീരാത്ത നന്മകൾ. ഹല്ലേലൂയ. നമ്മളെയൊക്കെ എണ്ണി തീർക്കുവാൻ നമ്മെ കൊണ്ട് കഴിയാത്ത ഒരു ആയുഷ്കാലം മുഴുവനും ദൈവത്തിന്റെ നന്മ അനുഭവിച്ചവരാണ് നാം. നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. Oh Jesus, we worship you, God. We praise you for everything that you have done into our life. For your many blessings, your marvelous way that you have protected us. You have provided for all our needs. You sustained us in this world. You gave us the grace of God that we can stand in this world firm on the foundation that God has placed for us, for our life. ഇന്ന് നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഇന്നത്തെ സഭായോഗത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഒരു പ്രത്യേകമായ വിധത്തിൽ അനുഗ്രഹിക്കുവാൻ, ദൈവം നമ്മോട് സംസാരിക്കുവാൻ, ദൈവഭൃത്യന്മാരെ കർത്താവിന്റെ കരങ്ങളിൽ ഉപയോഗിക്കുവാൻ, നമ്മെ ആത്മാവിൽ ഉണർത്തുവാൻ, ഒരു പുതിയ പ്രത്യാശയാൽ നാം നിറയപ്പെടുവാൻ, രോഗങ്ങളായി നാം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ രോഗങ്ങളൊക്കെ മാറി സൗഖ്യം പ്രാപിച്ച് കടന്നു പോകുവാൻ, നിരാശ മാറിപ്പോകുവാൻ, നമ്മുടെ ജീവിത പ്രത്യാശയാൽ നിറയ്ക്കുവാൻ നമുക്ക് ഇന്നത്തെ ആരാധന മുഖാന്തരമായി തീരട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ഉത്സാഹിപ്പിക്കുന്നവർക്ക് ഈ സമയം ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാം. പരിശുദ്ധ നീതിമാനുമായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. രാവിലെ കടന്നു വന്ന കർത്താവേ, അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ തക്കോണം നീ ഒരുക്കിയ ഭാഗ്യത്തിനായി സ്തോത്രം. കഴിഞ്ഞ രാത്രി ഞങ്ങൾ കിടന്നുറങ്ങി നാഥ, അങ്ങ് ഞങ്ങളെ താങ്ങി എഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം. ജീവനുള്ള ദേശത്ത് കർത്താവ് ഞങ്ങളെ നിർത്തിയിരിക്കുന്ന അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. അല്ലെങ്കിൽ ഞങ്ങൾ പാടിയതുപോലെ ജീവിതത്തിൽ പരീക്ഷകൾ കടന്നു വരും. ഞങ്ങൾ ഒരു പക്ഷേ ചോദിച്ചു കാണും കർത്താവിനോട്, അപ്പാ എന്തിനാണെന്ന്. എങ്കിലും ഞങ്ങൾ അറിയുന്നു
അത് ഞങ്ങളുടെ നന്മയ്ക്കാണ്. ആമീൻ. അതിന്റെ ആരംഭം ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ പ്രയാസമാണെങ്കിലും ആമീൻ അതിന്റെ അന്ത്യം എപ്പോഴും ഞങ്ങൾക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കുവാൻ അടിയങ്ങൾക്ക് കഴിയുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. ഞങ്ങളെ കരുതുന്ന ഒരു ദൈവം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. ഞങ്ങളെ വഴി നടത്തുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കുണ്ട്. ഹല്ലേലൂയ. എല്ലാവരും മാറിപ്പോകുമ്പോഴും ഞങ്ങളുടെ ചാരെ അണഞ്ഞു വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ശബ്ദമുണ്ട്. മകനേ, നീ എന്താണ് ഭാരപ്പെടുന്നത്? ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ എന്താ പ്രമിച്ചു നോക്കുന്നത്? ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും. ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള മലങ്കരങ്ങളുണ്ട്. ഞാൻ നിന്നെ താങ്ങുമെന്ന് കർത്താവ് ഞങ്ങളോട് അരുളി ചെയ്ത് ഇന്നുവരെയും ഞങ്ങളെ നടത്തിയ വൽകൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ ഈ പകൽക്കാലം നീ കൂട്ടി വരുത്തിയല്ലോ. ഒരുമിച്ച് ആരാധിപ്പാൻ ഞങ്ങൾക്ക് ആരോഗ്യത്തിനായി ബലത്തിനായി സ്തോത്രം. ഞങ്ങളെ എല്ലാ അവയവങ്ങളും ചലിപ്പിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നല്ലോ. ദൈവമേ, ശുശ്രൂഷകളെ അവിടുന്ന് മാനിക്കണം. ദേവദാസനെ കുടുംബമായി നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മധ്യയിലുള്ള എല്ലാ കർത്താവെ ഗസ്റ്റിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിന്റെ കുഞ്ഞുങ്ങളെ നീ സഹായിക്കണം. ഏത് വിഷയങ്ങളിൽ കർത്താവെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവോ ഈ സഹായോഗത്തിന്റെ മധ്യത്തില് ആമീൻ വചന പോഷണത്തിന്റെ മധ്യത്തില് അതിന് മറുപടി കിട്ടി തക്കവണ്ണം തന്നെ ആമീൻ കടന്നു പോകുവാൻ നിന്റെ മക്കൾ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭാരം ഞങ്ങളുടെ യഹോവയിൽ ഇടുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നല്ലോ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ആമീൻ, ഹല്ലേലൂയ. ഈ ലോകത്തിൽ നിങ്ങൾ എന്തെല്ലാം മറന്നാലും കർത്താവ് ഞങ്ങളോട് കാണിച്ച സ്നേഹത്തെ ആമീൻ മറന്നു കളയുവാൻ ഞങ്ങൾക്ക് ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലം അന്ത്യത്തിലേക്ക് നീങ്ങുന്നു. കർത്താവിന്റെ വരവിനെ വിളിച്ചോതുന്ന എല്ലാ സംഭവങ്ങളും ഈ ലോകത്തിൽ നടമാടുന്നു. കർത്താവെ, നിങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകരുത്. നിത്യത ഹാലിൽ ഞങ്ങൾക്ക് ആർക്കും നഷ്ടമാകേണ്ട കർത്താവെ, നിങ്ങളുടെ തലമുറകളെ ഓർക്കുകയാണ്, ഈ കമ്മ്യൂണിറ്റി ഓർക്കുകയാണ്, ഈ ചർച്ചിനെ ഓർക്കുകയാണ്. ഈ ചർച്ചിൽ കടന്നു വന്ന കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ആരാധിച്ച എല്ലാ നിന്റെ മക്കളെയും എന്റെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അല്പസമയം കൂടെ തിരുസന്നിധി കേട്ട് എല്ലാ ശുശ്രൂഷയും കർത്താവിന്റെ കരങ്ങളിൽ നിങ്ങൾ തരുന്നു. പ്രാർത്ഥനകളുടെ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ഹല്ലേലൂയ. മഹാപരിശുദ്ധനായ നല്ല ദൈവമേ, അങ്ങയുടെ പൊന്നുമുഖത്തേക്ക് അപ്പാ ചുരുക്കം പേരെ അങ്ങയുടെ നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളുടെ മധ്യേ ഉണ്ടല്ലോ കർത്താവേ. ആയതിനാട്ടങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്ത് കർത്താവേ. അഗ്നിജാലകത്തുള്ള കണ്ണുള്ള കർത്താവ് അടിയങ്ങളെ ഈ പകൽക്കാലം നോക്കുമ്പോൾ കർത്താവേ മതിയായ കുറവുകളുണ്ട് കർത്താവേ. ഞങ്ങളോട് കണക്കിടല്ലേ കർത്താവേ. ഈ പകൽക്കാലങ്ങളുടെ തങ്കച്ചോരയാൽ അടികളെ ഒന്നുകൂടി കഴുകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന അടികളെ ഓരോരുത്തരുടെയും ആയിരിക്കുന്ന അവസ്ഥ നല്ലവണ്ണം അറിയുന്ന ദൈവമേ. ഇന്ന് പകൽക്കാലം കർത്താവേ ഹാലിൽ ഓരോരുത്തരുടെയും ഫ്രെയിം അറിയുന്ന ദൈവമേ. ഹാലിൽ അവരായിരിക്കുന്ന അവസ്ഥ അറിയുന്ന ദൈവമേ. അങ്ങ് ഇറങ്ങി വന്ന് കർത്താവേ ഒരു പ്രത്യേക ബലം ഓരോ ജീവിതങ്ങളെയും ധരിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങയുടെ സമാധാനത്താൽ നിങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ പ്രത്യാശ നിങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇത് പോലക്കാലത്തെ ശുശ്രൂഷ കർത്താവേ കടന്നു വന്ന് എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമാക്കി കർത്താവ് തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. മതി മറന്നങ്ങയെ ആരാധിപ്പാൻ, ആത്മാവിലങ്ങയെ സ്തുതിപ്പാൻ, അങ്ങ് ആരാധന ഗ്രഹിച്ചുകൊണ്ട് അങ്ങയുടെ നാമത്തിന് തക്ക മഹത്വം തരുവാൻ ഈ പകൽക്കാലം അടിയങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കഴിഞ്ഞ കാലത്തെ അങ്ങയുടെ എല്ലാ പരിപാലനങ്ങൾക്കുമായി നന്ദി കർത്താവേ. ദൈവകൃപയിലെ അടിയങ്ങളെ എല്ലാവരും അന്ത്യം വരെ നിർത്തിക്കൊള്ളണമേ. വിശുദ്ധിയോടെ വിശ്വസ്തയോടെ അങ്ങയെ സേവിപ്പാൻ കർത്താവ് അടിയങ്ങൾക്ക് കൃപ തരണമേ. ഈ ദൈവസഭയിൽ ലീഡ് ചെയ്യുന്ന ദൈവദാസനായി സ്തോത്രം, കുടുംബത്തിനായി സ്തോത്രം. കർത്താവ് അനുഗ്രഹിച്ചാട്ട് കർത്താവേ. കർത്താവ് നിന്റെ മക്കളുടെ ഹല്ലേലൂയ സകല പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവത്തിന്റെ കരം കൂടെ ഇരിക്കണമേ. ഈ സഭയെ അവിടുന്ന് വളർത്തുമാറാകണമേ കർത്താവേ. അങ്ങയുടെ വചനം പറയും പോലെ കർത്താവേ അങ്ങ് വടക്കിനോട് തരികയെന്നും തെക്കിനോട് തടുത്തു വെക്കരുത് കൽപ്പിക്കുന്ന ദൈവമായി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജീവിതങ്ങളെ ഒക്കെ കർത്താവേ കൂട്ടിവരുത്തുമാറാകണമേ പ്രാർത്ഥിക്കുന്ന പിതാവേ.
അങ്ങ് അങ്ങനെ ചെയ്യുന്നതിനായിട്ട് നന്ദി കർത്താവേ. അങ്ങയുടെ വഴികളെ ഹല്ലേലൂയ ഹല്ലേലൂയ പെരുവെള്ളത്തിലും ഉണ്ടല്ലോ കർത്താവേ. ആ പാതി അവിടുന്ന് ഹല്ലേലൂയ ഒരുക്കി തീർക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു പിതാവേ. കടന്നു വരുന്ന എല്ലാ മക്കളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അടിയുടെ മധ്യയായിരിക്കുന്ന ഗസ്തിയെല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തെ വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ ഓരോ ജീവിതങ്ങളിലും കർത്താവ് കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളെ യാത്രയെ സജീവങ്ങളുടെ സാന്നിധ്യം കൂടെ ഇരുന്നതിനായിട്ട് നന്ദി. ഒന്നിച്ച് ആരാധിപ്പാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായിട്ട് നന്ദി അപ്പ. എല്ലാ ശുശ്രൂഷയോടും മാനിച്ചനുഗ്രഹിക്കുന്നതിനായിട്ട് നന്ദി. പ്രാർത്ഥന അങ്ങ് കേട്ടതിനായി നന്ദി. അടിയുടെ ഒരു കുറവപ്പ ഈ ആരാധന വിടുതലിന് തടസ്സമാകല്ലേ. യേശുവിൻ തിരുനാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. Hallelujah, hallelujah, hallelujah. Praise God. നമുക്ക് 46-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് we will read Psalm 46. പ്രതികൂലങ്ങൾ അനവധി വന്നാലും അനുകൂലമെനിക്കവനെന്നാലും ജീവനെ തന്നവനിമേലും കൃപയാൽ നടത്തുമെന്നെ. തിരുജീവനെ തന്നവനിമേലും കൃപയാൽ നടത്തുമെന്നെ. കൃപ കൃപയോടെ ആശ്രയം ഹല്ലേലൂയ. കൃപ കൃപയൊന്നേ ആനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. ബലഹീനതയിൽ നല്ല ബലമേകും മരുഭൂമിയിൽ ആനന്ദ തണലാകും. ഇരുപാതയിൽ അനുദിനം ഒളി നൽകും. കൃപയാൽ ആശ്രയമായി. ഇരുൾപാതയിൽ അനുദിനം ഒളി നൽകും. കൃപയാൽ ആശ്രയമായി. കൃപ കൃപയോ വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതിയെന്നാലും. Praise God. Psalm 46. ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ദൈവം അതിന്റെ മധ്യേയുണ്ട്, അത് കുലുങ്ങി പോവുകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു. അവൻ വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയുന്നു. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാകുന്നു. നമ്മുടെ വിശുദ്ധ കാര്യങ്ങളെ ഒരു പ്രാവശ്യം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മോട് കൂടെയിരിക്കുന്ന, നമ്മെ സഹായിക്കുന്ന, പ്രതികൂലങ്ങൾ അനവധിയായി കിടന്നു വന്നാൽ
അതിന്റെ മധ്യത്തിൽ നമ്മെ സഹായിക്കുന്നു. പർവ്വതങ്ങൾ കുലുങ്ങിയാലും അതിന്റെ സമുദ്രത്തിന്റെ മധ്യസ്ഥത്ത് വീണാലും എന്തെല്ലാം കോളിളക്കങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും ഒരിക്കലും നാം കുലുങ്ങി പോകുവാൻ അനുവദിക്കാതെ നമ്മെ കരം പിടിച്ച് നടത്തുന്ന ദൈവം എത്രയോ വലിയവൻ. അവൻ നമ്മുടെ ദൈവമാകുന്നു. നമ്മുടെ ഹൃദയങ്ങളിലും വസിക്കുന്നു. അവൻ നമ്മോട് സംസാരിക്കുന്നു, നമ്മെ വഴി നടത്തുന്നു. എത്രയോ വലിയ ദൈവം. We thank you, Lord, for your presence in our life. We thank you because you dwell in our heart. You lead us every day. You give us comfort. You give us strength. You give us healing to the bodies. You provide all our needs. We thank you for everything that you have done. You bless this worship service today. Speak to our hearts. In Jesus' precious name I pray. Amen. Please be seated in the presence of God. I am very grateful that the Lord has allowed us another day in our life so that we can come together in His presence to worship God and His mighty name. And when I think about God, I am actually not worthy to come to His presence. But He made me eligible. He made me qualified. I was not qualified. All of us were not qualified. But He washed us and He cleansed our life. And He made us worthy to come into His presence. We can come not only certain moments of the day, but we can come to His presence 24 hours. Who will ever open a door like that? He has given us open access to the throne of God. And I am very grateful that we are able to come to that presence here today, according to the promise, where 2 or 3 are gathered, God is there in their midst. And I believe God is here today. And we are more than 2 or 3 today. I thank God for our guests who have come to be with us, to worship with us from Frisco. Brother, actually I'm going to call him evangelist. I don't know what his official ministry credentials are, but he has a great burden for the Lord's work. I had a conversation with him when we initially started this work, and he came here on first day, and he came for the inauguration, and then he came another occasion, and I had conversation with him. He told me all about the days he was with Operation Mobilization and how he distributed tracts in certain cities in this location, this community, and he always doing a lot of things behind the scene that many people don't see it, but the God of heaven sees every effort, every member put forth for the kingdom work in this world. But oftentimes people are preaching, people are leading, but there are a lot of work happens behind the scene to make the kingdom of God to expand in this community. So Evangelist Mohan is one of those individuals who has a sincere heart for the Lord, and he is doing a lot of work to spread the gospel, just like Brother Wilson and Sister Minnie, and they do the very same thing. And so we thank God for such people. And his wife, Sister Susan, and we thank you for coming with us today, and their son, Sangutan, and he was with us too. And he is a worship leader, and he is doing lots of things. I heard that he was with Heartbeat sometime, and we thank God for this family and how the Lord has blessed them and using them. And I know Brother David is encouraging them to move to Pony. I hope they will take their advice and move to Pony someday. And I told Brother David, don't worry, they will move one day. So we are very excited that you are here with us, and we are very eagerly waiting to hear from you. He will be speaking to us today, and we are going to eagerly waiting and praying for him. So the Lord will speak to us through him, and we thank God. Without taking any, we have no birthdays,
no anniversaries today, but we will move forward in our worship, and we will have the offering song and take the offering. ശാലം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. ശാലം രാജൻ വരുന്നൊരു ധ്വനികൾ ദേശമെങ്ങും മുഴങ്ങിടുന്നു. സോദരാ നീ ഒരുങ്ങിടുക, ലോകം വെറുത്തിടുക, വേഗം ക്ഷമിച്ചിടുക, വാനിൽ പറന്നു പോകാൻ. ലോകസംഭവങ്ങളൊക്കെ നാം പോലെ നമ്മുടെ കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലാണ് നാം ജീവിക്കുന്നത്. അനിശ്ചിതത്വമുള്ള ഒരു സമയം, ഒന്നും പ്രെഡിക്റ്റ് ചെയ്യുവാൻ പറ്റാത്ത ഒരു സമയം. കർത്താവിന്റെ വരവിന്റെ അടയാളങ്ങൾ
നാം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ദൈവസഭ ഉണർന്ന് പ്രവർത്തിക്കേണ്ടുന്ന കാലം ആസന്നമായിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവശക്തിയാൽ നമുക്ക് നിറയപ്പെടാൻ, നമുക്ക് കർത്താവിന് വേണ്ടി ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഞങ്ങൾ വീണ്ടും തിരുസന്നിധിയോട് അടുത്തു വരുന്നു. ഞങ്ങൾ കടന്നു വന്ന സമയം മുതൽ ഇതുവരെയും അവിടുത്തെ തിരുസാന്നിധ്യത്തിന്റെ മറവിൽ നീ ഞങ്ങളെ ഇരുത്തി. കർത്താവിന്റെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ച്, ഞങ്ങളെ ആത്മാവിൽ ഉത്തേജിപ്പിച്ച്, ഞങ്ങളെ ആത്മാവിൽ ഉണർത്തി, പുതിയ പ്രത്യാശ ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകിയത് കൊണ്ട് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. കർത്താവ്, ഈ സമയം ഞങ്ങളുടെ സഭയിലുള്ള എല്ലാ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ കർത്താവൻ ദൈവത്തിന്റെ സഭയുടെ പ്രവർത്തനത്തിന് വേണ്ടി ഈ കുടുംബത്തിന്റെ വാതിൽ തുറന്നു തന്ന് കർത്താവ് അവരെ അതിനെ സഹായിച്ചതോർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് വേണ്ടി അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും ദൈവം കണ്ട് അറിഞ്ഞ് അവരെ മാനിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പ്രിയാചാര്യ തിരുകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ദാസൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മാനസികമായി തകർന്ന അനുഭവങ്ങളിലായിരുന്നു ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്ന ബലത്തിനും ശക്തിക്കും ദൈവകൃപയ്ക്കുമായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് തുടർന്നും സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. പ്രിയ സജീവത്തിന് വേണ്ടി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല വിധത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിന്റെ മധ്യത്തിൽ ദൈവം കൃപച്ച് കൊടുത്ത് നിലനിർത്തിയല്ലോ. അതിനായി ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. തുടർന്നും ആവശ്യമായിട്ടുള്ള ശാരീരികവും ആത്മീയവുമായിട്ടുള്ള ബലം കർത്താവ് നൽകി കൊടുക്കണമേ. പ്രിയ ബിന്ദു സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ മകളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ശാരീരികമായ പ്രതികൂലങ്ങളൊക്കെ കർത്താവ് അകറ്റണമേ. ദൈവത്തിന്റെ ശക്തിയാൽ നിറയപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. ഏർപ്പെട്ടിരിക്കുന്ന ബിസിനസ്സിലൊക്കെ കർത്താവ് അഭിവൃദ്ധിയും അനുഗ്രഹവും കർത്താവ് കൊടുക്കണമേ എന്ന് ഞങ്ങൾ ഇതിനോട് പ്രാർത്ഥിക്കുന്നു. എന്റെ മകളുടെ ഹൃദയത്തിലെ എല്ലാ ആഗ്രഹങ്ങളെയും കർത്താവ് സാധിച്ചു കൊടുക്കണമേ. പ്രിയ നമ്മൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ പൈതലിന്റെ ശാരീരികമായ അവസ്ഥകളിലൊക്കെ കർത്താവ് അറിഞ്ഞ് ദൈവം പ്രവർത്തിച്ച് ശരീരത്തെ ബലപ്പെടുത്തി കർത്താവെ ഈ ചെറിയ പ്രായത്തിൽ കർത്താവ് സഹായിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സഭയായി പ്രിയ പൈതലിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ. വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും ഒരു കുറവും കൂടാതെ കർത്താവെ പരിപൂർണതയിലോട്ട് നടത്തപ്പെടുന്ന അവസ്ഥയിൽ കർത്താവ് സഹായിക്കണമേ. കർത്താവ് വിദ്യാഭ്യാസത്തിൽ വളർച്ചകളിൽ എല്ലാം അനുഗ്രഹിക്കപ്പെട്ട ഭാവി കർത്താവ് ദാനം ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രിയ സഹോദരിയായ ഫിലിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരൻ പ്രസാദിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചില മക്കളെ കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കണമേ. ആത്മീയമായ കാര്യങ്ങളിൽ അവർക്കുള്ള ഉത്സാഹത്തിനായി സ്തോത്രം. അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് ആദരിക്കുകയും മാനിക്കുകയും ചെയ്ത് കർത്താവെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള പ്രാപ്തി കർത്താവ് പ്രിയ മക്കൾക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാനമായി കൊടുത്തിരിക്കുന്ന 2 മക്കളെയും അവിടുത്തെ കാര്യങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. പ്രിയ പെഞ്ഞി ബ്രദറിനെ കുടുംബമായി കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ, അവരുടെ താല്പര്യങ്ങളൊക്കെ സ്വർഗം മാനിക്കണമേ. പ്രിയ ദേവയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ മകൾ സുവിശേഷമായി മറ്റുള്ളവരുടെ അടുത്ത് കർത്താവിന്റെ നല്ല സാക്ഷിയായി നിൽക്കുവാനുള്ള ധൈര്യവും ആ പ്രത്യാശയും കർത്താവ് പ്രിയ മകൾക്ക് കൊടുത്തിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. കർത്താവെ, പ്രിയ മകളുടെ അധ്വാനത്തെ ദൈവം മാനിക്കണമേ. കർത്താവ് തന്നെ പ്രിയ മകളുടെ ജീവിതത്തിൽ കൂടി മറ്റുള്ളവരോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി പ്രിയ മകൾക്ക് നൽകി കൊടുക്കുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവത്തിന്റെ കാര്യങ്ങളിൽ ഞങ്ങൾ ആ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട് അവരെ അനുഗ്രഹിക്കുന്നതിനാൽ നീയോട് സ്തോത്രം. പ്രിയ വിൽസംബ്രദറിനെ ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, പ്രിയ മകനെ ദൈവം അനുഗ്രഹിക്കണമേ. പ്രിയ മിനിസ്റ്ററിനെ കർത്താവ് അനുഗ്രഹിക്കണമേ. അവർ ഇരുവരും കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന സകലവിധമായ പ്രവൃത്തികളിലും
ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് 31-ാം തീയതി ഇവിടെ തന്നെ നടക്കുന്ന കർത്താവെ വാർഷിക സമ്മേളനത്തെ ഞങ്ങൾ അവിടുത്തെ തിരുകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ക്ഷണിക്കപ്പെട്ട എല്ലാവരും കടന്നു വരുവാൻ, കർത്താവെ അതിഥിയായി പ്രസംഗിക്കുവാൻ ക്ഷണിച്ചിരിക്കുന്ന ദൈവദാസനും കടന്നു വരുവാൻ, ഈ സമ്മേളനം ഒരു വലിയ ആത്മീയ അനുഗ്രഹത്തിന്റെ തുടക്കമായി തീർക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രധാനമായി കൊടുത്തിരിക്കുന്ന മക്കളെ ഇരുവരെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രിയ ആശിയെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രിയ ആയുഷിനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇരുവർക്കും കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി ദൈവം ഒരുക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രിയ ജസ്റ്റിനെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രിയ മകനെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ചെറിയ പ്രായത്തിൽ ദൈവത്തോട് ചേർന്ന് നടക്കുവാനും ദൈവത്തിന്റെ നല്ല സാക്ഷിയായി തീരുവാനും കർത്താവ് സഹായിക്കുന്നതിനാൽ നന്ദിയോട് സ്തോത്രം. ഇന്ന് അതിഥികളായി ഞങ്ങളോടൊപ്പമായിരിക്കുന്ന പ്രിയ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ കഴിഞ്ഞ നാളുകളിൽ അവർ ദൈവത്തിന് വേണ്ടി അധ്വാനിച്ച് അവരുടെ പ്രയത്നങ്ങളെയൊക്കെ ദൈവം കാണുന്നല്ലോ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിൽ കൂടി സംസാരിക്കുവാൻ ഞങ്ങളുടെ ദാസനെയും ദൈവം അഭിഷേകം ചെയ്യണമേ. അനുഗ്രഹിക്കപ്പെട്ട വചനം കേട്ട് ഞങ്ങൾ ആത്മാവിൽ തൃപ്തരായി ഭവനങ്ങളിലേക്ക് കടന്നു പോകുവാൻ ദൈവം ഇടവരുത്തുന്നതിനാൽ നന്ദിയോട് സ്തോത്രം. കർത്താവിന്റെ വേലയെ സ്നേഹിച്ച് ഞങ്ങൾ എടുത്തിരിക്കുന്ന സ്തോത്ര കാഴ്ചയെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. അതിലേക്ക് മനസ്സോടെ ഔദാര്യമായി കൊണ്ട് കർത്താവ് കൊടുത്തിരിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കുന്നതിനാൽ നന്ദിയോട് സ്തോത്രം. ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് ദൈവം അവരുടെ ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറിപ്പോകുന്നത് വരെ സമൃദ്ധിയായി അനുഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. തിരുകരങ്ങളിലേക്ക് ആരാധനയുടെ ശിഷ്ടമുള്ള ഭാഗത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ അനുഗ്രഹത്തിനായി സ്തോത്രം. ദൈവത്തിന്റെ സാന്നിധ്യം അവസാനം വരെയും ഞങ്ങളോട് കൂടെ ഉള്ളതിനാൽ തിരുനാമത്തെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവത്തോട് കേൾക്കുമാറാകണമേ. ആമേൻ. I am now inviting Brother Mohan to come and speak to us. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നിങ്ങളോടൊപ്പം ഈ ആരാധനയിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ കുടുംബമായിട്ട് അനുവദിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നിങ്ങളോടൊപ്പം ആരാധനയ്ക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ആൺകുട്ടന് അവരുടെ ചുമതല ഏൽപ്പിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ കഴിയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് കടന്നു വരാൻ സാധിച്ചില്ല. അപ്പോൾ ഈ ആഴ്ച വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ അങ്കിളിനോട് ഞങ്ങൾ പറഞ്ഞു വരുമെന്ന് പറഞ്ഞു. എന്നാൽ പിറ്റേ ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കുവാനായിട്ടൂടെ ഒരുങ്ങണം എന്ന് എന്നോട് പറയുകയുണ്ടായി. ഞാനെപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ജീവിതം, അല്ലാതെ പ്രസംഗിക്കാൻ വലിയ താല്പര്യമില്ലാത്ത ഒരു മനുഷ്യന്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സഹിക്കും എന്നുള്ള ആ വിശ്വാസത്തോടെ നമുക്ക് ദൈവവചന ശുശ്രൂഷയിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ദൈവവചനത്തിൻ്റെ ഭാഗം 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ നമുക്ക് അമുഖമായിട്ട് വായിക്കാം. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ. തന്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞു പോകുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പ്രിയ പിതാവേ, നിന്റെ സന്നിധിയിൽ നീ ഞങ്ങൾക്ക് നൽകിയ നിന്റെ വചനവുമായി ഞങ്ങൾ ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ കർത്താവേ, നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകുമാറാകുന്നു. കർത്താവെ, ഞങ്ങൾക്ക് സംസാരിക്കാൻ കഴിവുള്ളവരല്ലെന്നാൽ നീ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നീ സംസാരിക്കേണ്ടതെന്ന് നിന്റെ നാവിൽ തരാമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവം നിങ്ങളോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കുകയും സഹായിക്കുകയും ചെയ്യണം. കർത്താവെ, നിന്റെ വചനം ശ്രദ്ധിപ്പാൻ കൂടിയിരിക്കുന്ന പ്രിയ മക്കൾക്കായി ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളോട് അവിടുന്ന് സംസാരിക്കുമാറാകണം. പ്രിയ ഭാഷനായ സ്തോത്രം.
നൽകുന്ന എല്ലാ നല്ല ലീഡർഷിപ്പിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ദൈവകൃപയിൽ നിന്റെ മക്കളെ കുടുംബമായി സൂക്ഷിക്കുകയും വരും കാലങ്ങളിൽ ഈ സഭ ഒരു ഫ്ലറിഷിംഗ് ചർച്ചായി മാറത്തക്ക രീതിയിൽ ഉയരത്തിന് ദൈവമേ നീ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാങ്കിലിനെയും സരിയെയും ബിന്ദുവിനെയും ബവീനെയും എല്ലാം ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവര് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ചെയ്യുന്ന സകല ശുശ്രൂഷകളെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണം. ഈ സഭയിൽ തന്നെ ആത്മീയമായി നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ഓർക്കുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിശക്തമായിട്ടുള്ള ശുശ്രൂഷ ഈ ദേശത്ത് നിർത്തിപ്പാൻ ഈ ഫോണി സിറ്റി മുഴുവൻ യേശുവിന്റെ സ്നേഹമെത്തത്തക്ക രീതിയിൽ ഉയരത്തിൽ ദൈവത്തിന്റെ ഒരു കേന്ദ്രമാക്കി, ഒരു പ്രവർത്തനത്തിന്റെ കേന്ദ്രമാക്കി ഇതിനെ മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നീ നൽകുന്ന നല്ല സാവകാശത്തിനായിട്ട് സ്തോത്രം. ഒരുമിച്ച് നൽകുന്ന കൂട്ടായ്മയ്ക്കായി സ്തോത്രം. നിന്റെ വചനം ഗ്രഹിപ്പാൻ ഞങ്ങളുടെ മനസ്സുകളെ അവിടുന്ന് ഉണർത്തണമേ, സംസാരിപ്പാൻ അടിയനെയും അവിടുന്ന് ശക്തിപ്പെടുത്തണമേ എന്ന പ്രാർത്ഥന. കുറവുകളൊന്നും ഓർക്കാതെ വേണം നിന്റെ സാന്നിധ്യബോധത്തിൽ ഞങ്ങളെ നിർത്തണമെന്ന് യേശു ക്രിസ്തുവിന്റെ ഏറ്റവും പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. നമ്മളിവിടെ വായിച്ച കേട്ടത് 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിലെ 11-12 വാക്യങ്ങളാണല്ലോ. തൻ്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തരെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോന്നു എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാനിന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിഷയം ദൈവത്തിന് യോഗ്യമായ നടപ്പ്. ഈ ലോകത്ത് പല രീതിയിലുള്ള നടപ്പിനെ കുറിച്ച് നമുക്കറിയാം. NCCക്കാര് നടക്കാറുണ്ട്, മിലിറ്ററിയിലുള്ള ആളുകൾ നടക്കാറുണ്ട്. അതൊക്കെ ഒരു പ്രത്യേക സമയത്തേക്ക് മാത്രമാണ് അവരുടെ ചിട്ടയോടുകൂടിയുള്ള നടപ്പ്. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ച് വേർതിരിച്ചുവെങ്കിൽ ഞാനും നിങ്ങളും അനുനിമിഷം ദൈവത്തോട് ചേർന്ന് നടക്കുക എന്നുള്ളത് ദൈവം നമ്മിൽ കൂടെ ആഗ്രഹിക്കുക. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവത്തിന് യോഗ്യമായ നടപ്പ് എന്ത് എന്ന് നാം അല്പമായി ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് ബോധ്യം വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചത് തന്നെ. അതുകൊണ്ട് ദൈവത്തിന് യോഗ്യമായിട്ടുള്ള നടപ്പ് വേദപുസ്തകത്തിൽ പല ഭാഗങ്ങളിൽ ദൈവത്തിന് യോഗ്യമായ നടപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ നടപ്പ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് പല ഭാഗങ്ങളിൽ ആവർത്തിച്ച് പറയുന്നത് നമുക്ക് വേദപുസ്തകത്തിൽ കൂടെ കാണാനായിട്ട് സാധിക്കും. ഞാൻ ഇംഗ്ലീഷ് അധികം ഉപയോഗിക്കാത്തതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്നുള്ള എനിക്ക് പ്രയാസമുണ്ടായിരുന്നു. Can you understand me what I am speaking? Yeah. Sorry. Your mom will help you. Okay. അതുകൊണ്ട് ദൈവത്തിന് യോഗ്യമായ നടപ്പ് എന്ന് പറയുമ്പോൾ വീണ്ടും നമുക്ക് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ വായിക്കാൻ സമയമില്ലല്ലോ, അതിലേക്ക് പോകുന്നില്ല. എന്നാൽ അവിടെ പറയുന്നത് വിളിക്ക് യോഗ്യമായി നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, അനേക ഭാഗങ്ങളിൽ എങ്ങനെ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ നിങ്ങളും മുന്നേറണം എന്നുള്ളത് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളത് പറയുവാനായിട്ടാണ് ഈ സമയം ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ദൈവത്തോടു കൂടെ നടന്ന ചിലരെ നമുക്ക് പരിശോധിക്കുമ്പോൾ നടക്കുന്നതിന്റെ പ്രയോജനം എന്താണ് എന്ന് ആദ്യം ഒന്ന് പറഞ്ഞിട്ട് മറ്റു ചിലരെ കൂടെ ഞാനൊന്ന് പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കാം. 2 ദിനവൃത്താന്തം 27-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം നമ്മൾ പരിശോധിക്കുമെങ്കിൽ അവിടെ യോഥാം ദൈവത്തോട് ദൈവം മുൻപാകെ ക്രമമായി നടന്നതുകൊണ്ട് അവൻ ബലവാനായി തീർന്നു എന്ന് നാം അവിടെ വായിക്കും. ആരായി യോധ? ഉസിയ രാജാവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ മകനാണ് ഈ യോധ. ഉസിയ രാജാവിന്റെ ആദ്യമൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ദേവാലയത്തില് പുരോഹിതന്മാരോടൊപ്പം ശുശ്രൂഷ ചെയ്യുവാനായിട്ട് യാഗമർപ്പിക്കുവാനായിട്ടൊക്കെ കടന്നു ചെന്നപ്പോൾ അവിടെ ഈ പുരോഹിതന്മാർ അദ്ദേഹത്തെ തടയുന്നു. എന്നാൽ അദ്ദേഹത്തിന് കോപം ജലിക്കുകയും ആ സമയത്ത് തന്നെ നെറ്റിയിൽ കുഷ്ഠം
പൊങ്ങുന്നതായി കാണുവാനും അദ്ദേഹത്തെ 80 ബലശാലികളായിട്ടുള്ള പുരോഹിതന്മാർ അദ്ദേഹത്തെ വെളിയിലാക്കി എന്നാണ് നമ്മൾ വായിക്കുക. 26-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അത് കാണാനായിട്ട് സാധിക്കും. അത് 27-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യമാണല്ലോ നമ്മളവിടെ പറഞ്ഞത്. അവിടെ യോഥാം ദൈവം മുൻപാകെ ക്രമമായി നടന്നതുകൊണ്ട് അവൻ ബലവാനായിത്തീരും. അതുകൊണ്ട് ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ ക്രമമായി നടക്കുമെങ്കിൽ നമ്മളും ബലവാനായി തീരും, അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരും എന്നുള്ളതിന് ദൈവവചനത്തിൽ നമുക്ക് തെളിവുണ്ട് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. അതുകൊണ്ട് ദൈവം നമ്മെ എല്ലാവരെയും വിളിച്ചിരിക്കുന്നത് ദൈവത്തോട് ചേർന്ന് നടക്കുവാനായിട്ടാണ്. അത് തീർച്ചയായിട്ടും ഈ നടപ്പ് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെയാണ് അത് കാണിക്കുന്നത്. വേദപുസ്തകത്തിൽ എവിടെയെല്ലാം നടപ്പ് എന്ന് പറയുന്നുവോ അത് നാം മനസ്സിലാക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും ദൈവത്തോട് ചേർന്നുള്ള ജീവിതമാണ് എന്നുള്ളത് നാം ഒരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് നടപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലുള്ള പല നടപ്പുകളെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. പിന്നെയോ ഞാൻ നിങ്ങളും ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളത്. എന്താണ് നമ്മൾ ഈ ദൈവത്തോട് ചേർന്ന് നടക്കുന്ന നടപ്പിൽ നമ്മെ തടസ്സപ്പെടുത്തുന്ന സംഗതി എന്തോ? വാട്ട് ബ്രേക്സ് അവർ വോക്ക് വിത്ത് ഗോഡ്? ദൈവത്തോട് ചേർന്ന് നടക്കുന്ന നടപ്പിനെ തടസ്സപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിലെ പാപത്തിൻ്റെ അനുഭവങ്ങളാണ്. പിശാച് എന്നെയും നിങ്ങളെയും പരീക്ഷിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നടക്കുന്നതിന് ഞാൻ നിങ്ങളും തടസ്സപ്പെടുകയാണ്. അത് നമ്മൾ വ്യക്തമായിട്ട് ഓർക്കണം. സിൻ എന്നുള്ള വാക്കിൻ്റെ ഒരു ഡെഫിനറ്റ് ഞാൻ ഇങ്ങനെ അവരുടെ അടുത്ത് വായിച്ചത്: സെപ്പറേഷൻ, ഇൻഡിപെൻഡൻസ് ആൻഡ് നോട്ട് കീപ്പിംഗ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിൽ നിന്ന് മാറിപ്പോകുക, സ്വാതന്ത്ര്യം ആകുക, അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാതിരിക്കുന്ന ആ ഒരു അനുഭവം. ഈ 3 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സിന്നെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ വായിച്ചൊരു ഡെഫിനേഷൻ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ അനുഭവങ്ങൾ കടന്നു വരുന്നത് അതിനെ അതിജീവിപ്പാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും സാധിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നതിന് നമുക്ക് പ്രയാസമുണ്ടാകുകയില്ല എന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. വേദപുസ്തകത്തിലെ ചില ആളുകൾ ദൈവത്തോട് ചേർന്ന് നടന്നവരെ നിങ്ങൾക്ക് തന്നെ അറിയാൻ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ജോസഫിനെ പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, അവിടെ ജോസഫ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത്. ജോസഫ് അവിടെ ചോദിക്കുകയാണ്, ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്നതാണ്. എന്താ ദോഷം എന്നൊക്കെയുള്ളത് വിശദീകരിക്കാൻ സമയമില്ലാത്ത ഞാൻ കിടക്കുന്നില്ല. നമുക്കറിയാം ആ സംഭവം. പൊത്തിഫേറിന്റെ ഭവനത്തിൽ വെച്ച് ഈ യോസഫ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് അവൻ പറഞ്ഞു. അതായത് ഈ മഹാദോഷം പ്രവർത്തിക്കാതെ ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ യോസഫ് തീരുമാനിക്കുന്ന ഒരു തീരുമാനം അത്രേ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. വീണ്ടും ദാനിയേലിന്റെ ജീവിതം നമ്മളെ പരിശോധിച്ചാൽ അവിടെ 1-ാം അധ്യായത്തിന്റെ ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം നമ്മളെ പരിശോധിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും രാജാവിന്റെ വീഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ ശരീരത്തെ അശുദ്ധമാക്കുകയില്ല, തന്നെ താൻ അശുദ്ധമാക്കുകയില്ല എന്നവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചു. നമ്മൾ ജോസഫിന്റെ കാര്യം നോക്കുമ്പോൾ ഒരു വ്യത്യസ്തമായ ആംഗിളിലാണ്. എന്നാൽ ഇവിടെ ആഹാരകാര്യത്തിലുള്ള കാര്യത്തെക്കുറിച്ച് അവിടെ ഡാനിയേൽ പറയുന്നു. മറ്റ് ദൈവഹിതമല്ലാത്ത ഒരാഹാരവും ഞാൻ കഴിച്ച് എന്നെ തന്നെ അശുദ്ധനാക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ആഗ്രഹിക്കുന്ന ഡാനിയേലിനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് സംഭവം അറിയാം. വീണ്ടും ഹാനോക്കിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 22-ാം വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ കാണുന്നത് 300 വർഷം ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നു. നമ്മളൊക്കെ 70 അല്ലെങ്കിൽ 80 അതിനപ്പുറത്തില്ല. എന്നാൽ 300 years ദൈവത്തോട് ചേർന്ന് നടക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമല്ല. അതാണ് ഹാനോക്കിനെ കുറിച്ച് വേദപുസ്തകം സാക്ഷ്യപ്പെടുന്നതാണ്. അതിന്റെ 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമ്മൾ ഒരുപാട് പറയുന്നുണ്ട്, he walked with God and he was not, for God has took him. അവനെ ദൈവം എടുത്തത് കൊണ്ട് അവൻ പിന്നീട് ഇല്ല. അത് മാത്രമല്ല,
ദൈവത്തോട് ചേർന്ന് നടന്ന് അവനെ ദൈവം കൊണ്ടുപോയി. ഒരിക്കലൊരു സൺഡേ സ്കൂൾ കുട്ടി ഇങ്ങനെ ഹാനോക്കിന്റെ കഥ പഠിപ്പിച്ചോളെന്ന് വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞു. അമ്മ ചോദിച്ചു, എന്തോ കഥ പഠിപ്പിച്ചെന്ന് പറഞ്ഞു. ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നു. ഒരു ദിവസം വൈകുന്നേരം നടക്കാനിറങ്ങി, ഒത്തിരി ദൂരമായി, അതുകൊണ്ട് രാത്രി ആയതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നീ തിരിച്ചു വീട്ടിൽ പോകണ്ട, നീ എൻ്റെ കൂടെ പോര് എന്ന് പറഞ്ഞു. മറ്റൊരു സംഭവം ഞാൻ കേട്ടത്, അദ്ദേഹം നടന്ന് വളരെയധികം ദൈവഭവനത്തോട് അടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് തിരിച്ചു പോകാൻ ഇനി പറ്റത്തില്ല, അതുകൊണ്ട് നീ എൻ്റെ കൂടെ പോര് എന്ന് പറഞ്ഞു കൊണ്ടുപോയി എന്നാണ് ഞാൻ കേൾക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്, ഹാനോക്ക് 300 വർഷക്കാലം 300 years ദൈവത്തോട് ചേർന്ന് നടന്നു എന്നുള്ളത് നാം ഓർക്കേണ്ടതായിട്ടുള്ള സംഗതിയാണ്. വീണ്ടും നോഹയെ കുറിച്ച് നമ്മൾ കാണുമ്പോഴും ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 9-ാം വാക്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെയും നോഹ വാക്ക്ഡ് വിത്ത് ഗോഡ്, ദൈവത്തോട് ചേർന്ന് നടന്നു എന്ന് അവിടെയും നമുക്ക് നോഹയെ കുറിച്ച് കാണാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് വേദപുസ്തകത്തിൽ എവിടെയെല്ലാം നടപ്പ് എന്ന് പറയുന്നുവോ അത് മുഴുവൻ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള സംഗതിയാണ്. വർക്ക് ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വാക്ക് ഇൻ ക്ലോസ് ഫെലോഷിപ്പ് വിത്ത് ഗോഡ്, ദൈവത്തോട് ഏറ്റവും അടുത്ത കൂട്ടായ്മയിൽ ജീവിക്കുക എന്നുള്ളതത്രേ വാക്ക് വർത്തി ഓഫ് ഗോഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന് യോഗ്യമായ നടപ്പ് എന്ന് പറയുമ്പോൾ ദൈവമായിട്ട് ഏറ്റവും അടുത്ത കൂട്ടായ്മയിൽ മുന്നേറുവാൻ ഒരുങ്ങുക എന്നുള്ളതാണ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അതിനെ ബ്രേക്ക് ചെയ്യുന്നത് പിശാചാണ് അല്ലെങ്കിൽ പാപമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. 3 നടപ്പിനെ കുറിച്ചുകൂടെ ഞാൻ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അതിവേഗം അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, എന്നാൽ 3 കാര്യം മാത്രമേ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അത് ലിമിറ്റ് ചെയ്ത് കളയരുത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ അതിനോട് ചേർത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യുവാനായിട്ട് സാധിക്കും. ഒന്ന്, വാക്ക് ഇൻ ദ ന്യൂനെസ് ഓഫ് ലൈഫ്. റോമാലേഖനം 6-ാം അധ്യായം അതിൻ്റെ 4ഉം 5ഉം വാക്യങ്ങൾ, 4-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗവും 5-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗവും നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ക്രിസ്തു മരിച്ചിട്ട് ജീവിച്ച് എഴുന്നേറ്റതുപോലെ, പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു മരിച്ച് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ ആ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി, അല്ലെങ്കിൽ അതുപോലെ ആ ഒരു വ്യത്യസ്ത അനുഭവത്തിൽ നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതാകും. അതുകൊണ്ട് ജീവന്റെ പുതുക്കം എന്ന് പറയുമ്പോൾ ഞാനതിനെ ഇങ്ങനെയാണ് കാണുന്നത്, ഒരു രക്ഷിക്കപ്പെട്ട അനുഭവം. ഈ ലോകത്തിൽ നമുക്കറിയാം അവിശ്വാസികളുമുണ്ട്, വിശ്വാസികളുമുണ്ട്. എന്നാൽ ഞാനും നിങ്ങളും എല്ലാം ഒരു കാലത്ത് അവിശ്വാസികളായി ജീവിച്ചിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഞാനും നിങ്ങളും പുതുക്കപ്പെട്ട അനുഭവത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ ജീവിതത്തിന്റെ ഉടമയായി തീരുമ്പോൾ തീർച്ചയായിട്ടും ഞാനും നിങ്ങളും വാക്ക് ഇൻ ദ ന്യൂനെസ് ഓഫ് ലൈഫിലേക്ക് പ്രവേശിക്കുകയാണ് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെയൊക്കെ പഴയ ജീവിതം, രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ള ജീവിതം നമ്മൾ പരിശോധിച്ചാൽ പാപപങ്കിലമായിട്ടുള്ള അല്ലെങ്കിൽ പിശാചിന്റെ അടിമകളായി ജീവിച്ച ഒരു ജീവിതാനുഭവമാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം പലപ്പോഴും പാപം ചിലപ്പോൾ വന്നു പോകാറുണ്ട്, എങ്കിൽ തന്നെയും നമ്മളെപ്പോഴും വളരെ കോഷ്യസ് ആയിരിക്കും. എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും പാപത്തിൽ ഒഴിഞ്ഞ് മുന്നേറുവാനായിട്ടുള്ള ഒരു വലിയ ആഗ്രഹത്തോടും താല്പര്യത്തോടും കൂടി ആയിരിക്കണം പുതുക്കപ്പെട്ട അനുഭവത്തിലുള്ളവരുടെ ജീവിതം എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഞാനും നിങ്ങളും ഈ ലോകത്തെ ജീവിക്കുമ്പോൾ പാപത്തിന്റെ അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ ആ പുതുക്കപ്പെട്ട അനുഭവം നാം ഓർക്കുകയും അതിലേക്ക് മുന്നേറുവാനായിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുകയും ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും ഈ ദൈവത്തിന് യോഗ്യമായിട്ടുള്ള നടപ്പിന് നമുക്ക് സാധിക്കുവാൻ ഇടയാകും എന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് ഇവിടെ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുക, ഒരു പുതിയ ജനനം ഈ ദൈവത്തോട് ചേർന്ന് നടക്കുന്നതിന് ആവശ്യമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അങ്ങനെയുള്ളവരാണ് എന്നുള്ളത് ഞാൻ ഓർക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നിക്കോദീമസിനോട് കർത്താവ് പറയുന്ന ഒരു വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ നിനക്ക് ദൈവരാജ്യം കാണുവാൻ സാധ്യമല്ല.
അതുകൊണ്ട് ഒരു പുതിയ ജനനം ആവശ്യമാണ് എന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് പറയും. ഇനി എങ്ങനെയാണ് ജനിക്കുന്നത്? യോഹന്നാൻ 1:12 ഇങ്ങനെ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ആരായിത്തീരും, ദൈവത്തിന്മാർ. അപ്പം പുതിയ ജനനം എങ്ങനെ സംഭവിക്കും? അവനെ വിശ്വസിക്കുകയും അവനെ രക്ഷകൻ കർത്താവായി ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അവനൊരു പുതിയ സൃഷ്ടിയായി തീരുമെന്ന് ദൈവവചനം അവിടെ വ്യക്തമായിട്ട് പറയുക. 2 Corinthians 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം എന്താ പറയുന്നത്? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അതുകൊണ്ട് ഒരു പുതിയ അനുഭവത്തിൽ മുന്നേറണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പുതിയ ജനനം ആവശ്യമാണ് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം കൂടെ ചുരുങ്ങിയ മിനിറ്റുകൾ കൊണ്ട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു മാർത്തോമ സഭയുടെ ആയിരുന്നു. ഞാൻ എൻ്റെ സാക്ഷി പറയുവാൻ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നിയർ ടു ദ ചർച്ച് ആൻഡ് ഫാർ അവേ ഫ്രം ഗോഡ്. ചർച്ച് ഞങ്ങളെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചർച്ച, എന്നാൽ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട ജീവിച്ച ഒരു വലിയ അനുഭവം. എന്നാൽ കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഭവനത്തിൽ വരുമ്പോൾ അവിടെ ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞു ഒരു VBS പഠിപ്പിക്കാൻ എന്നെ കുറച്ച് നിർബന്ധിച്ചു. ഞാൻ ആദ്യമൊക്കെ മൊഴി അച്ഛൻ്റെ നിർബന്ധപ്രകാരം ഞാൻ ആ VBS പഠിപ്പിക്കാനായിട്ട് പോയി. അവിടെ ഒരു പുസ്തകം തരും. അപ്പോൾ അത് നമുക്ക് വലിയ ഗ്രാഹ്യമൊന്നും വേണമെന്നില്ല. VBSൻ്റെ പുസ്തകം വെച്ച് അത് പഠിക്കും, തലേ ദിവസം പഠിക്കും, എന്നിട്ട് അത് പോയി പിള്ളേരെ പഠിപ്പിക്കും. എന്ന് പറഞ്ഞാൽ എനിക്കില്ലാത്ത ഒന്ന് ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് കൈമാറാനായിട്ട് ശ്രമിക്കുക. അതൊരു മിഥ്യയായിട്ടുള്ള സംഗതി. അതുകൊണ്ട് അങ്ങനെ ഞാൻ അവരെ പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. എനിക്കൊരു ക്ലാസ് ഉണ്ട്. എന്നാൽ ഇതിൻ്റെ 8ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഞാൻ യേശുവിനെ രക്ഷകൻ കർത്താവായി സ്വീകരിച്ചിരുന്നു, ഞാൻ യേശുവിനെ ജീവിക്കുന്നു. 100-300 കുട്ടികളുണ്ട്. എല്ലാവർക്കും ഓരോ സെക്കൻഡ് അവർ കൊടുക്കുന്നത്. എല്ലാവരും എഴുന്നേറ്റ് പോയി പറയണം. അതിനകത്ത് ഒരു കുഞ്ഞ് ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ, ബെൻസൺ എന്നാണ് അവൻ്റെ പേര്, ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. വളരെ മെലിഞ്ഞ ഒരു സാധുവായിട്ട് പോകും. ഇവന് യേശു എന്ന് പറയുന്ന ആ സമയത്ത് അവൻ നെടുമ്പാട് അവിടെ വീഴുക, മൈക്കുന്നവന് യേശു എന്ന് എപ്പോഴവന് ഉച്ചരിക്കുന്നു അന്നേരം അവൻ അവിടെ വീഴും. അവസാനം ഞങ്ങളുടെ VBS ഡയറക്ടർ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പാട്ടിൽ കൂടെ പരിചയം കാണും, സാബു എന്ന് ഞങ്ങൾ വിളിക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ നെയിം തോമസ് മാത്യു, കാനറ ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. പുള്ളിയായിരുന്നു പുള്ളി എഴുതിയ പാട്ടുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് പുള്ളിയെ പരിചയമുണ്ട്. എൻപ്രിയൻ മലക്കരത്തിൽ പിടിച്ചെന്നെ മൽപ്രിയനെ നായകനെ, ഇതൊക്കെ പുള്ളി എഴുതിയ പാട്ടുകൾ. അപ്പോൾ പുള്ളി ഞങ്ങളൊരു 8 ടീച്ചേഴ്സിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇവനെ നിലത്ത് വീണ് കിടക്കുമ്പോൾ ഭയങ്കര ശക്തിയായിട്ട് എവിടുന്ന് വരുന്നതെന്ന് അറിയത്തില്ല. വളരെ ലീനായിട്ടുള്ളൊരു കുഞ്ഞാണ്. പക്ഷേ ഞങ്ങൾ 8 പേര് പിടിച്ചിട്ട് ഞങ്ങളുടെ കൈ വിറപ്പിച്ച് കളയാണ്. അപ്പം ഞങ്ങൾ 8 പേര് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നു. അപ്പം പുള്ളി പ്രാർത്ഥിച്ചപ്പോഴേ ശാന്തമായി. അവൻ വീണ്ടും എഴുന്നേറ്റ് യേശു എന്ന് പറയാൻ തുടങ്ങുമ്പോൾ നിലമ്പാട് വീണ് ഭയങ്കര വേണം. പിന്നെയും ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അവനെ പിടിച്ച് ബലമായിട്ട് അമർത്തി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. 3ാമത്തെ പ്രാവശ്യവും 2ാമത്തെ പ്രാവശ്യവും അതിന് എഴുന്നേറ്റ് വീണ്ടും യേശു എന്ന് പറയുന്നത്. അന്നേരം യേശു എന്ന് വാക്ക് ഉച്ചരിച്ചോ അന്നേരത്ത് വീഴും. 3ാമത്തെ പ്രാവശ്യം ഈ തോമസ് മാത്യു അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഞങ്ങൾ 8 പേരോടായിട്ട് ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും യേശുവിനെ രക്ഷകന് കർത്താവായി സ്വീകരിക്കാത്തവരുണ്ടോ, രക്ഷിക്കപ്പെടാത്തവരുണ്ടോ? ബാക്കി 7 പേരും അതിന് യേശു പറഞ്ഞു, ഞാനതിൽ മുന്നിൽ പറഞ്ഞു. അന്നേരം അദ്ദേഹം എന്നോട് പറഞ്ഞു, മോഹൻ ഇന്ന് യേശുവിനെ രക്ഷകന് കർത്താവായി സ്വീകരിക്കുന്നില്ല എങ്കിൽ അവൻ സൗഖ്യമാക്കുന്നില്ല, അവൻ ഇനിയും എഴുന്നേൽക്കും, അവൻ ഇനിയും താഴെ വീഴും. ഇത് മോഹന് വേണ്ടി ഒരുക്കിയ ഒരു സമയമാണ് എന്ന് പറഞ്ഞു. അവിടെ വെച്ച് ഞാൻ യേശുവിനെ എൻ്റെ രക്ഷകന് കർത്താവായി സ്വീകരിച്ചു. ഞാൻ എല്ലാവരും നോക്കുമ്പോൾ ഞാൻ നല്ലവനൊക്കെയാണ്, പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഐ വാസ് വെരി ഫാർ അവേ ഫ്രം ഗോഡ്. ദൈവത്തിൽ നന്യപ്പെട്ട ജീവിച്ച ഒരു മനുഷ്യൻ. എൻ്റെ കൂടെ ഞാൻ ട്രാൻസ്ഫർ പഠിച്ചത്, എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ചിലരുടെ പേരൊക്കെ പറയും, ഇവിടെ പേര് പറയാൻ പോലും കൊള്ളാത്ത ചിലരുണ്ട്, എങ്കിലും നിങ്ങൾക്ക് പരിചയപ്പെടാൻ വേണ്ടി പറയാം. ഒന്ന് TN ജേക്കബ്, മരിച്ചുപോയ മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രിയായി, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച. പിന്നെ അടുത്ത പേര് ഇവിടെ ഉച്ചരിക്കാൻ കൊള്ളത്തില്ലെങ്കിലും പറയാം, ജഗതി ശ്രീകുമാർ, ഞങ്ങളൊക്കെ ഒന്നിച്ച് മാർഗനിച്ച് പഠിച്ച. അത് പോകട്ടെ.
അതുകൊണ്ട് ഒരു പുതിയ ജനനം നമുക്ക് ദൈവത്തോട് ചേർന്ന് നടക്കുന്നതിന് ആവശ്യമാണ് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. വീണ്ടും രണ്ടാമത്തെ ഒരു കാര്യം, വോക്ക് ഇൻ ദ സ്പിരിറ്റ്, ആത്മാവിൽ നടക്കുക. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8ഉം 9ഉം വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു: മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടക്കുക. അതുകൊണ്ട് വെളിച്ചത്തിൽ നടക്കുവാൻ, വോക്ക് ഇൻ ദ ലൈറ്റ്, അതാണ് ദൈവത്തിന് യോഗ്യമായിട്ടുള്ള നടപ്പിന് രണ്ടാമതായിട്ട് നമുക്ക് ആവശ്യമായിരിക്കുന്നത് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. വോക്ക് ആസ് ചിൽഡ്രൻ ഓഫ് ലൈറ്റ് ആൻഡ് നോട്ട് ആസ് ദ ചിൽഡ്രൻ ഓഫ് ഡാർക്ക്നെസ്. ഇരുട്ടിൻ്റെ സന്തതികളായിട്ടല്ല, വെളിച്ചത്തിൻ്റെ സന്തതികളായിട്ട് ഞാൻ നിങ്ങൾ ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. യെശയ്യാപ്രവചനം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായം 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു: യാക്കോബ് ഗൃഹമേ വരുവീൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം നമുക്ക് ലഭിക്കുന്ന വലിയ ആഹ്വാനമാണ് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കുക എന്നത്. യോഹന്നാൻ 1-ന്റെ 9-ാമത്തെ വാക്യം, 1-ാം അധ്യായം 9-ാം വാക്യം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്: ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഈ ലോകത്തിലേക്ക് ദൈവത്തിന്റെ വെളിച്ചം എപ്പോഴും വരുന്നുണ്ട്. എന്നാൽ അനേകരും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി എന്നെ പോലെ ജീവിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവം അവരിലേക്ക് ആ പ്രകാശം കടത്തി അവരെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. യോഹന്നാൻ 8-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. വീണ്ടും മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 14-ാം വാക്യം എന്നാ വായിക്കുന്നത്: യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ആ കർത്താവ് നമ്മോട് പറയുകയാണ്, ഞാനും നിങ്ങളും അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ലോകത്തിന്റെ വെളിച്ചമാകണം എന്ന് നമ്മോട് ആവശ്യപ്പെടുക. നമുക്കറിയാം, ഈ ചന്ദ്രനും സൂര്യനും ഒക്കെ നമുക്കറിയാം. മൂന്നിന് എവിടുന്ന പ്രകാശം ലഭിക്കുന്നു? സൂര്യനിൽ നിന്ന്. ആ ഒരു അനുഭവത്തിൽ, അതായത് ദൈവത്തിൽ നിന്നുള്ള പ്രകാശം ഞാനും നിങ്ങൾ പ്രാപിച്ചുകൊണ്ട് ഈ ലോകത്തിലേക്ക് ആ പ്രകാശം പരത്തുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഞാൻ ഈ സമയം ഓർമ്മിക്കട്ടെ. 56-ാം സങ്കീർത്തനം അതിന്റെ 13-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു: ജീവന്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് ഞാൻ നിന്നെ വിടുവിച്ചു അല്ലെങ്കിൽ രക്ഷിച്ചു എന്നാണ്. ജീവന്റെ പ്രകാശത്തിലാണ് രക്ഷിക്കപ്പെട്ടവര് നടക്കേണ്ടത് എന്ന് ദൈവവചനം വ്യക്തമായി നമ്മെ ഓർപ്പിക്കുക. വാക്ക് ഇൻ ദ ലൈറ്റ് ബൈ അവർ ഓൺ സ്ട്രെങ്ത് ഈസ് ഇമ്പോസിബിൾ. നമുക്കൊരിക്കലും നമ്മുടെ സ്വന്തം ശക്തിയിൽ ദൈവത്തിന് യോഗ്യമായിട്ട് നടക്കുവാൻ സാധ്യമല്ല. തീർച്ചയായിട്ടും നമുക്കതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യക്തമായ വ്യാപാരം ആവശ്യമാണ് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യം എന്താ വായിക്കുന്നത്: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാണ്. അതുകൊണ്ട് നമുക്ക് ശക്തി ലഭിക്കുന്നത്, ഈ ജീവിതം നയിക്കുവാനുള്ള ശക്തി ലഭിക്കുന്നത് ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി തന്നെയാണ് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. 34-ാം സങ്കീർത്തനം 5-ാം വാക്യം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്യം: അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് ദൈവവചനം വ്യക്തമായിട്ട് ഓർമ്മിക്കുക. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ ദൈവത്തിൽ നിന്നുള്ള പ്രകാശം ആർജിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഈ പ്രകാശം പരത്തുവാൻ നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഓർപ്പിക്കുക. ഒരു ഉദാഹരണം ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ജോൺ വെസ്ലിയെ കുറിച്ചാണ്. ജോൺ വെസ്ലിയുടെ ജീവിതകാലത്ത് ഇന്നത്തെ പോലെ മൈക്ക് സെറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, ഹോളില്ല, സ്റ്റേജില്ല, ഒന്നുമില്ല. എന്നാൽ അദ്ദേഹം എവിടെ 5 or 6 പേരെ കാണുമോ അവിടെ പുള്ളി ഓപ്പൺ എയർ മീറ്റിംഗ് നടത്തും. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പോകുന്ന വഴികളിലൊക്കെ ഈ ആൾക്കൂട്ടം കാണുന്ന സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് അലറി വിളിച്ച് അദ്ദേഹം പ്രസംഗിക്കുമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് മുന്നിൽ 2-3 പേരൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇത് സുവിശേഷ പ്രസംഗമാണ് എന്ന് കേട്ടുകൊണ്ട് 2 ചെറുപ്പക്കാർ ആക്രമിക്കുന്നതിനായിട്ട് ഇതിൻ്റെ പുറകിൽ വന്നു.
ഈ പുറകിൽ കുറച്ച് പേരേ ഉള്ളൂ. ഇദ്ദേഹം പ്രസംഗം കഴിഞ്ഞിങ്ങനെ അവരുടെ ഇടയിൽ കൂടെ പുറകോട്ട് നടത്താൻ പോവുകയും ചെയ്യും. എന്നാൽ ഈ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പം ഈ രണ്ട് കൂട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക, he doesn't look like a human. അവനൊരു മനുഷ്യനെ പോലെ അവനെ തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അവസാനം ഒരു പ്രസംഗം എല്ലാം കേട്ട് ആക്രമിച്ചതൊന്നുമില്ല. എന്നാൽ അദ്ദേഹം പ്രസംഗം കഴിഞ്ഞ് ഇതിൻ്റെ നടുവിൽ കൂടെ തിരിച്ചു പോകുമ്പോൾ അവർ വീണ്ടും പറയുക, ഹീസ് നോട്ട് എ ഹ്യൂമൻ ബട്ട് ഹീ ലുക്സ് ലൈക്ക് ജീസസ്. അവൻ യേശുവിനെ പോലെ അവനെ കാണുന്നു എന്ന് പറയുവാനായിട്ട് ഇടയായി. ഞാൻ പറയുന്നത്, ജോൺ വെസ്ലിയുടെ മുഖത്ത് യേശുവിൻ്റെ ആ പ്രകാശം ദർശിപ്പാനായിട്ട് ആക്രമിക്കുവാനായിട്ട് കടന്നു വന്നവർക്ക് സാധിച്ചു എന്ന് എനിക്ക് വായിക്കുവാനായിട്ട് ഇടയായി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളെ കാണുന്നവർ ഈ ദൈവത്തിൻ്റെ പ്രകാശം എന്നിൽ കൂടെ അനുഭവിപ്പാൻ ഇടയാകുമോ എന്നുള്ളത് ഞാൻ നിങ്ങളും പരിശോധിക്കേണ്ടതായിട്ടുള്ള സംഗതി. എൻ്റെ അവസാനത്തെ പോയിന്റ് ഞാൻ കടന്നു വരുന്നു. സമയം കുഴപ്പമില്ല. മൂന്നാമത്തെ സംഗതി, വാക്ക് ഇൻ ദ ലൈറ്റ്. രണ്ടേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, വാക്ക് ഇൻ ദ ന്യൂനെസ് ഓഫ് ലൈഫ്. രണ്ട്, വാക്ക് ഇൻ ദ സ്പിരിറ്റ്. വാക്ക് ഇൻ ദ ലൈറ്റ്. മൂന്നാമതായിട്ട് വാക്ക് ഇൻ ദ ലൈറ്റ്, ഇൻ ദ സ്പിരിറ്റ്. ഗലാത്യ ലേഖനം 5:16 ഇങ്ങനെ വായിക്കുന്നു, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. അതുകൊണ്ട് ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ വീണ്ടും അവിടെ പൗലോസ് അപ്പോസ്തലൻ നമ്മോട് ആവശ്യപ്പെടുന്ന അത്രേ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. പിശാചിൽ നിന്ന് അകന്നു നിൽക്കുവാൻ ഞാനും നിങ്ങളും ചെയ്യേണ്ടതായിട്ടുള്ള സംഗതി ആത്മാവിനെ അനുസരിച്ച് നടക്കുവാനുള്ള തീരുമാനം ഉൾക്കൊള്ളുക എന്നത് തന്നെയാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നമുക്കറിയാം, അതിന്റെ 5-ാം അധ്യായത്തിന്റെ ഗലാത്യ ലേഖനം 5:17 തന്നെ പറയുന്നു, ഫ്ലഷ് ആൻഡ് സ്പിരിറ്റ് ആർ എനിമീസ് ഓർ ഓപ്പോസിറ്റ്സ്. ആത്മാവും ജഡവും ശത്രുക്കളാണ്, അല്ലെങ്കിൽ രണ്ടും എതിർ ദിശയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ള സംഗതി. എപ്പോഴും നമ്മോട് എതിരിടുന്നത് പിശാചാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അല്ലെങ്കിൽ നമ്മുടെ ജഡമാണ് ഈ ആത്മീകമായിട്ടുള്ള കാര്യങ്ങൾക്ക് എതിർ നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും. റോമാലേഖനം 7-ാം അധ്യായം 24-ാമത്തെ വാക്യം നമുക്ക് പരിചയമുള്ള ഒരു വാക്യമാണ്. അവിടെ പൗലോസ് അപ്പോസ്തലന്റെ ഒരു വലിയ ഒരു പ്രഖ്യാപനം കാണും. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ മാറ്റിവിട്ടു. അതിന്റെ ഉത്തരം നമുക്ക് 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം അവിടെ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതുകൊണ്ട് ഇവിടെ പൗലോസ് അപ്പോസ്തലന് വലിയ പ്രശ്നമല്ല. നമുക്കറിയാം, ആത്മീയ കോണത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും ഉന്നതനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് പൗലോസ് അപ്പോസ്തലനെ കാണുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ അനുഭവം ഈ പാപത്തോടുള്ള ബന്ധത്തിൽ വളരെയധികം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുകയും അങ്ങനെ അതിനെ അതിജീവിക്കാനുള്ള വലിയ ശ്രമം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ആ സാഹചര്യത്തിലാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ മാറിവിടുക. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലന് ഈ അനുഭവമാണെങ്കിൽ വെറും സാധാരണക്കാരായ എനിക്ക് നിങ്ങൾക്കും ഇതിനേക്കാളൊക്കെ വലിയ പരീക്ഷകൾ നേരിടുമ്പോൾ ഞാനും നിങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്ന് ആത്മാവിൽ നടക്കുവാനായിട്ട് ശ്രമിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. To walk in the spirit we need to be filled with Holy Spirit. ആത്മാവിന്റെ നിറവ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായെങ്കിൽ മാത്രമേ നമുക്ക് പരിശുദ്ധാത്മാവിൽ നടക്കുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. നിറവും അഭിഷേകവും രണ്ടും രണ്ടാണ്. അഭിഷേകം ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ഒരാളിനെ നിയോഗിക്കുന്ന ഒരു സംഗതിയായി അത്ര ഞാൻ മനസ്സിലാക്കണം. എന്നാൽ നിറവ് എന്ന് പറയുമ്പോൾ ഞാൻ 2 വാക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുക. അതൊരിക്കലും മറന്നുപോയി. വാട്ട് ഈസ് നിറവ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ഫില്ലിംഗ് വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ കൺട്രോളിങ് ആൻഡ് എംപവറിങ് ബൈ ഹോളി സ്പിരിറ്റ്. എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുകയും എൻ്റെ ജീവിതത്തെ ശക്തിപ്പെടുത്തുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്നുള്ള ആ ഒരു വ്യക്തമായ ബോധ്യം നമ്മെ എപ്പോഴും ധരിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മ നിറവ് എന്ന് പറയുമ്പോൾ ഈ 2 വാക്കുകൾ നിങ്ങൾ ശ്രദ്ധയിൽ വേണം. ഒന്ന് ദൈവത്തിൻ്റെ നിയന്ത്രണം, ഒന്ന് ദൈവത്തിൻ്റെ ശക്തീകരണം എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ. അതാണ് നിറവ് എന്ന് പറയുന്നത്.
വേറൊരു അതിനോട് സാമ്യപ്പെട്ടി അവിടെ പറയുന്നുണ്ട്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, പിന്നെയോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാകരുത്. എഫേസ്യർ 5:18 അവിടെ പറയുന്നുണ്ട്. 5:18 അവിടെ പറയുന്നുണ്ട്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, ആത്മാവ് നിറഞ്ഞവരാണ്. വീഞ്ഞു കുടിച്ചാൽ എന്തോ സംഭവിക്കും? വീഞ്ഞു കുടിക്കുന്നവരെ അതിന്റെ ശക്തിയിലും അതിന്റെ നിയന്ത്രണത്തിനും കീഴിലാകുന്നു. അത് തന്നെ എവിടെയും ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വീഞ്ഞു കുടിക്കുന്ന ഒരാള് അതുവരെയുള്ള അദ്ദേഹത്തിന്റെ നോർമൽ സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ആത്മാവ് നിറഞ്ഞവരെന്ത് ചെയ്യണം? അതുവരെയുള്ള ആത്മാവ് നിറഞ്ഞ അനുഭവം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശക്തിയിലും ദൈവത്തിന്റെ നിയന്ത്രണത്തിന് കീഴിലും ജീവിക്കുന്ന അവരനുഭവം. അത് വളരെ അത്യാവശ്യമായിരിക്കുന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് നമുക്കറിയാം. ഗലാത്യ ലേഖനം 5:22-23 വാക്യം എന്താ പറയുന്നത്? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, ഇന്ദ്രിയജയം, വിശ്വസ്തത, സൗമ്യത, ഇങ്ങനെ 9 കാര്യങ്ങൾ അവിടെ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആ ആത്മീക ഫലങ്ങൾ പുറപ്പെടുവിക്കുമ്പോഴാണ് ആത്മനിറവ് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പം എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഞാനും നിങ്ങൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞതെന്ന് ആരോടും പോയി ചോദിക്കേണ്ട, നമ്മൾ തന്നെ ഒന്ന് പരിശോധിക്കണം. ഈ കാര്യങ്ങൾ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, ഇന്ദ്രിയജയം, വിശ്വസ്തത, സൗമ്യത, ഇത് എന്നിൽ നിന്ന് പുറപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുമെങ്കിൽ ആരോടെയും ചോദിക്കേണ്ട, എനിക്ക് പറയാൻ സാധിക്കും ഞാൻ ആത്മനിറവിലാണ് എന്ന് പറയുവാനായിട്ട്. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മെ ദൈവം സഹായിക്കട്ടെ. അതിനാൽ ഗലാത്യ ലേഖനം 5:25 പറയുന്നു, if we live in the spirit, let us also walk in the spirit. നാം ആത്മാവിൽ ജീവിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മാവിൽ നടക്കുവാനായിട്ടും ശ്രമിക്കണമെന്ന് ഗലാത്യ ലേഖനം 5:25 അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടും. അത് എൻ്റെ ചോദ്യം ഇതാണ്, ഡു ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ലീവ്സ് ഇൻ us? എന്നിലും നിങ്ങളിലും ദൈവത്തെ ആത്മാവ് വസിക്കുന്നുണ്ടോ എന്ന് ഞാൻ നിങ്ങൾ പരിശോധിക്കും. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, walk in the newness of life, പിന്നെ walk in the light and walk in the spirit. അതുകൊണ്ട് ആത്മാവിൽ നടക്കുവാൻ, ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ, വെളിച്ചത്തിൽ നടക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ വസിക്കുന്നതിനെ കുറിച്ച് ഒരു ഉദാഹരണം പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഈ സാധു സുന്ദർ സിംഗിനെ കുറിച്ച് എല്ലാവർക്കും കേട്ടിട്ടുണ്ടോ? എല്ലാവരും ഒന്ന് വായിച്ചിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ഈ സാധു സുന്ദർ സിംഗ് ഒരു പ്രാവശ്യം ഒരു ട്രെയിനിൽ അദ്ദേഹം യാത്ര ചെയ്യുക. അപ്പോൾ ഈ ട്രെയിനിൽ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ എതിർവശത്ത് ഒരു മന്ത്രവാദി, സോർസറർ ഇംഗ്ലീഷിൽ, അങ്ങനെയുള്ള ഒരു മനുഷ്യൻ എതിർവശത്തിരിപ്പോൾ ഒരു സാമ്യോ വല്ലതും ആയിരിക്കും. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മന്ത്രങ്ങൾ ഇങ്ങനെ ഉച്ചരിച്ച് ഈ സാധു സുന്ദർ സിംഗിനെ ആവാഹിക്കുവാൻ അല്ലെങ്കിൽ സ്വാധീനിക്കുവാനായിട്ടൊക്കെ അദ്ദേഹം ശ്രമിക്കുക. ഒരുപാട് മന്ത്രങ്ങൾ, ഇത് സാധു സുന്ദർ സിംഗ് അതൊന്നും അറിയത്തില്ല. അദ്ദേഹം ഒന്നും ശ്രദ്ധിക്കാതെ ഇരിക്കുക. എന്നാൽ ഈ മന്ത്രവാദിയായിട്ടുള്ള മനുഷ്യൻ ഇങ്ങനെ ഇത് ചാണ്ടി ചെയ്തുകൊണ്ടിരിക്കുക, ഈ മന്ത്രവാദം. ഒത്തിരി കഴിഞ്ഞപ്പോൾ ഈ സാധു സുന്ദരത്തിന് യാതൊരു വ്യത്യാസവും സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ മന്ത്രവാദി അദ്ദേഹത്തോട് ചോദിച്ചു, പിന്നെ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഈ കോട്ടിൻ്റെ അടിയിൽ നിന്ന് ഒരു പുതിയ നിയമം എടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതൊന്ന് മാറ്റി വെക്കാമെന്ന് ചോദിച്ചു. ഈ സ്വാമി ചോദിച്ചു. അദ്ദേഹം അത് മാറ്റി സീറ്റിൻ്റെ അവിടോട്ട് വെച്ചു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഇദ്ദേഹം അറിയാതെ തന്നെ അദ്ദേഹം ഇങ്ങനെ ഈ മന്ത്രവാദം ഇങ്ങനെ ഉച്ചരിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അന്നേരം ഒന്നും സംഭവിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ വീണ്ടും ഇദ്ദേഹം ചോദിച്ചു, വേറെ എന്തെങ്കിലും നിങ്ങളുടെ ഉള്ളിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം സാധു സുന്ദർ സിംഗ് എന്നോട് പറഞ്ഞ മറുപടിയാണ് നിങ്ങൾ ശ്രദ്ധയെ കൊണ്ടുവരാനായിട്ട്. അദ്ദേഹം പറഞ്ഞു, ഇനി എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, nobody can remove from my life. എൻ്റെ ജീവിതത്തിൽ നിന്ന് അതിനെ മാറ്റിക്കളയുവാൻ ആർക്കും സാധ്യമല്ല എന്ന് പറയുന്ന ഒരനുഭവം എനിക്ക് വായിക്കാനായിട്ട്. ഇതിനെ കേൾക്കുന്ന അധ്യാപകരെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഉറപ്പ് നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ ജീവിക്കുന്നു, എൻ്റെ ഉള്ളിൽ ഉണ്ട്, ആ ശക്തിയിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നേറുവാൻ ഈ നാളുകളിലെ ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവസരം നന്നാക്കിയ പാർശ്വോടും പ്രിയപ്പെട്ട എല്ലാവരോടുമുള്ള സ്നേഹം അറിയിച്ചു.
വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനമാണ് നാം ഇന്ന് പകൽക്കാലം കേട്ടത്. ഇറ്റ് വാസ് വെരി profound. He spoke the word of God in depth. Actually, this is one of the very profound message that we heard. Thank you for the word of God. ആത്മാവിൽ നടക്കുക, നമ്മൾ വിളിക്ക് യോഗ്യമായി നടക്കുക. കർത്താവിൻ്റെ സന്നദ്ധിയിൽ നാം എങ്ങനെയാണ് നടക്കേണ്ടത് വിശദമായിട്ട് കർത്താവിൻ്റെ ദാസൻ നമ്മോട് സംസാരിച്ചു. അത് വീണ്ടും ഞാൻ ആവർത്തിക്കേണ്ടെന്ന് ആവശ്യമില്ല. ഇന്ന് നാം കേട്ട വചനത്തിന് മുൻപാകെ നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ആക്ച്വലി this particular word is what I am going to be speaking in next week, and so this is a kind of a Holy Spirit led message. Thank you for coming and speaking to us and blessing us. നമുക്ക് ഒരു പാട്ടിൻ്റെ 1-2 അടികൾ പാടിയിട്ട് അച്ഛൻ പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കാം. ഓട്ടക്കളത്തിൽ ഓടുന്നോരനേകരെങ്കിലും ബിരുദോ പ്രാപിക്കുന്നവേ മാത്രമല്ലയോ. ഓട്ടക്കളത്തിൽ ഓടുന്നോരനേകരെങ്കിലും ബിരുദോ പ്രാപിക്കുന്നവേ മാത്രമല്ലയോ. ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. പിന്നീടുള്ളതൊക്കെയും മറന്നു പോയിരാ, മുന്നിലുള്ള യാത്രയിലേക്കു നേരെ ഓടിടാം. പിന്നിലുള്ളതൊക്കെയും മറന്നു പോയിടാം, മുന്നിലുള്ള യാത്രയിലേക്കു നേരെ ഓടിടാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഏതു നേരത്തും പിശാചികച്ച ചെയ്തിടും, ഭീതി വേണ്ട ദൂരനുണ്ട് കാത്തുകൊള്ളുവാൻ. ഏതു നേരത്തും പിശാചികച്ച ചെയ്തിടും, ഭീതി വേണ്ട ദൂരനുണ്ട് കാത്തുകൊള്ളുവാൻ. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. Hallelujah. Hallelujah, hallelujah. Praise you, കർത്താവേ, Jesus. വീണ്ടും അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു കർത്താവേ. ആരാധന കർത്താവേ, ആരാധന കർത്താവേ, Hallelujah. Thank you, അങ്ങയുടെ Jesus. സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ശുശ്രൂഷഭാഗത്താതെ Glory to God. കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങൾ തന്നതായി കർത്താവേ, നിന്നോട് ദാസിനെ പൂർവാധികമേ പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാവർക്കും അനുഗ്രഹിക്കണേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൂട്ടിക്കുന്ന എല്ലാ മക്കൾക്കായ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. Amen. ആവശ്യം സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നന്ദിയോടെ സ്തോത്രം. അവരുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥനകളെ ഭരണാധികാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ രാജ്യത്തെ കർത്താവെ ഞങ്ങൾക്ക് വന്നിടത്തെ കർത്താവെ, ഈ രാജ്യത്തെ നന്മ ഞങ്ങൾ ഭാഗ്യത്തിനായി ശ്രമിക്കുന്നു കർത്താവ്.
Hallelujah. വരാൻ സാധിക്കാതിരിക്കുമ്പോൾ കർത്താവെ ഞങ്ങളെ പുതിയ Glory to ഇവിടെ God. ആയിരിക്കും കർത്താവ് Praise you. ഞങ്ങളെല്ലാവരെയും സൂക്ഷിച്ചുള്ളതെന്ന് പ്രാർത്ഥിക്കുന്നു. Amen. കർത്താവെ ഞങ്ങളുടെ ഇന്ത്യ ഓർത്ത് പ്രാർത്ഥിക്കുകയും ക്രിസ്ത്യാനികളൊക്കെ ചെറുക്കനെ പ്രാർത്ഥിക്കുന്നു. Praise അവിടെ നോക്കണമേ എന്ന് God. പ്രാർത്ഥിക്കുക കർത്താവെ കർത്താവെ Hallelujah. നോർത്തേണ്ടിയയിൽ പല പലവിധത്തിലും കർത്താവെ ദേവദാസൻ മണ്ഡലം കർത്താവെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ലോകത്തിലെ പ്രയാസങ്ങളിലും Glory to God. Hallelujah. യാത്രയായി കർത്താവെ സൂക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. Amen. എല്ലാവരും ജോലി കാര്യങ്ങളുടെ പരിധി എല്ലാവരെയും കർത്താവെ സൂക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. Yes, Lord. ഞങ്ങളുടെ ചുറ്റുപാടുള്ള അയൽവാസികളെല്ലാം അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നന്ദി സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ കർത്താവെ അടിയനെ കുടുംബമായിട്ട് കർത്താവിനെ Glory to പ്രാർത്ഥിക്കുന്നു. God. Hallelujah. പ്രാർത്ഥനയുടെ സ്തോത്രം മാത്രം യേശു കർത്താവിന് വലിയ നാമത്തിൽ തന്നെയാണ്. ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോ അയക്കാളിയായി മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ. മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നൽവരങ്ങളും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. Praise God.